നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. സ്ഥാനാർത്ഥി നിർണയം കൊണ്ട് മലയാളികളെ അമ്പരപ്പിക്കാൻ പോവുകയാണ് കോൺഗ്രസും UDFും. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചില ഞെട്ടിപ്പിക്കുന്ന സ്ഥാനാർത്ഥികളെ അണിനിരത്താൻ കോൺഗ്രസും UDFും ശ്രമിക്കുന്നതായി സൂചനയുണ്ട്. മുൻ IASകാരും സിനിമാ താരങ്ങളും ഉൾപ്പെടെയുള്ളവരെയാണ് തങ്ങളുടെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ കോൺഗ്രസും UDFും തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ടയാൾ ബിജു പ്രഭാകർ IAS ആണ്. KSEBയുടെയും KSRTCയുടെയും ഒക്കെ MDയും ചെയർമാനുമായിരുന്ന തിരുവനന്തപുരം ജില്ലാ കളക്ടറായിരുന്ന ബിജു പ്രഭാകർ IASനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാനുള്ള നീക്കം നടത്തുകയാണ് പാർട്ടി. മുൻ കോൺഗ്രസ് നേതാവും ധനകാര്യമന്ത്രിയുമായിരുന്ന തച്ചടി പ്രഭാകരൻ്റെ മകനാണ് ബിജു പ്രഭാകർ. കഴിവുറ്റ IAS ഉദ്യോഗസ്ഥനെന്ന് പേരു നേടിയ ബിജു പ്രഭാകർ റിട്ടയർ ആയതിനു ശേഷം സജീവ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിൽ തനിക്ക് വിരോധമില്ല എന്നുള്ള സൂചനകളൊക്കെ നൽകിയിരുന്നു. വളരെ കാര്യക്ഷമതയുള്ള ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന ഒരു IAS ഓഫീസർ ആയിരുന്നു ബിജു പ്രഭാകർ എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെയാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള പ്രതിച്ഛായയും. ബിജു പ്രഭാകരെ കായംകുളം നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിപ്പിക്കാൻ കോൺഗ്രസ് ഒരുങ്ങുന്നതായാണ് സൂചന. കായംകുളം ബിജു പ്രഭാകരൻ്റെ ജന്മനാടാണ് എന്ന് മാത്രമല്ല, തച്ചടി പ്രഭാകരൻ അവിടെ നിന്ന് ജയിച്ച് MLAയും മന്ത്രിയുമായിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിലെ എന്ന് മാത്രമല്ല, കേരളത്തിലെ തന്നെ കരുത്തരായ കോൺഗ്രസ് നേതാക്കളിൽ ഒരാളായിരുന്നു തച്ചടി പ്രഭാകരൻ. ഒരു കാലത്ത് തച്ചടി എന്ന് വെച്ചാൽ ആലപ്പുഴയിലെ കോൺഗ്രസ് എന്നായിരുന്നു അർത്ഥം. അത്ര കരുത്തനായ നേതാവായിരുന്നു അദ്ദേഹം. തച്ചടി പ്രഭാകരൻ്റെ മകൻ എന്നുള്ള നിലയിൽ കായംകുളത്ത് ബിജു പ്രഭാകരെ മത്സരിപ്പിച്ചാൽ ആ സീറ്റ് നിഷ്പ്രയാസം പിടിച്ചെടുക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് കരുതുന്നത്. കഴിഞ്ഞ തവണ അവിടെ മത്സരിച്ച യൂത്ത് കോൺഗ്രസ് നേതാവ് അരിത ബാബുവിനെ മറ്റൊരു സീറ്റിലേക്ക് മാറ്റാൻ, ആലപ്പുഴ ജില്ലയിലെ തന്നെ മറ്റൊരു സീറ്റിലേക്ക് മാറ്റാനും ആ സീറ്റ് പിടിച്ചെടുക്കാൻ വേണ്ടി നിയോഗിക്കാനുമാണ് ഇപ്പോൾ കോൺഗ്രസ് ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചേർത്തലയിലോ അല്ലെങ്കിൽ അമ്പലപ്പുഴയിലോ മറ്റേതെങ്കിലും അരൂക്കുറ്റി പോലുള്ള മണ്ഡലങ്ങളിലോ എല്ലാം അരിത ബാബുവിനെ മത്സരിപ്പിച്ചാൽ ആ സീറ്റ് തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന വിശ്വാസം കോൺഗ്രസിനും UDFിനുമുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ തവണ മത്സരിച്ച അരിത ബാബുവിനെ, അത് യൂത്ത് കോൺഗ്രസിലെ പ്രമുഖ യുവനേതാവാണ് അരിത ബാബു. ഒരു പുതുമുഖമായ പെൺകുട്ടിയാണ്, നല്ല കഴിവുള്ള പെൺകുട്ടിയാണ്. അത്യാവശ്യം ആലപ്പുഴ ജില്ലയിലൊക്കെ പ്രവർത്തനം നടത്തി പരിചയമുണ്ട്. അവരെ കായംകുളത്ത് നിന്ന് മാറ്റി ഒരു സീറ്റ് പിടിക്കാൻ വേണ്ടി വിടുകയും ബിജു പ്രഭാകരെ കായംകുളത്ത് മത്സരിപ്പിക്കുകയും ചെയ്താൽ ആലപ്പുഴ ജില്ലയിൽ ഒരു 3-4 സീറ്റ് കോൺഗ്രസിന് പിടിച്ചെടുക്കാൻ കഴിയുമെന്ന വിശ്വാസമാണ് ആ പാർട്ടിക്കുള്ളത്. ജയിച്ചാൽ ബിജു പ്രഭാകരെ മന്ത്രിയാക്കാൻ പോലും ആലോചനയുണ്ട്. കാരണം വളരെ കാര്യക്ഷമതയുള്ള ഉദ്യോഗസ്ഥനായിരുന്നു, വളരെ മിടുക്കനായ IAS ഓഫീസറായിരുന്നു. അദ്ദേഹം മന്ത്രിയായാൽ കൂടുതൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയുമെന്നുള്ള വിശ്വാസവുമുണ്ട്. അതുകൊണ്ട് തച്ചടി പ്രഭാകരൻ്റെ മകൻ ബിജു പ്രഭാകരനെ കായംകുളത്ത് സ്ഥാനാർത്ഥിയാക്കിയാൽ എന്താ എന്നുള്ള ആലോചന ഇപ്പോൾ കോൺഗ്രസിൽ വളരെ സജീവമാണ്. ബിജു പ്രഭാകറും ഏറെക്കുറെ അതിന് സമ്മതം മൂളിയെന്നാണ് മാധ്യമ റിപ്പോർട്ടുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ തൃപ്പൂണിത്തുറയിൽ രമേശ് പിഷാരടിയെ ഇറക്കുന്ന പോലെ ഒരു പരീക്ഷണമാണ് കായംകുളത്തും കോൺഗ്രസ് നടത്താൻ പോകുന്നത്. അവിടെ ഇപ്പോൾ ഉള്ള CPM MLA, അവർക്കെതിരെ നിരവധി ആരോപണങ്ങൾ പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ട്. പ്രതിഭ ഹരിക്കെതിരെ അവർ അടുത്തവണ മത്സരിക്കുന്നില്ല എന്നും സൂചനയുണ്ട്. ഏതായാലും ബിജു പ്രഭാകർ കായംകുളത്ത് മത്സരിക്കുകയാണെങ്കിൽ ആ സീറ്റ് പിടിക്കാൻ കഴിയുമെന്ന ഉറപ്പിലാണ് കോൺഗ്രസ്.